ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. നല്ല മഴയും കാറ്റും ഒക്കെ ആയിട്ട് കാലാവസ്ഥ കുറച്ച് ടെറബിൾ ആയിട്ട് നിൽക്കുന്ന ടൈമല്ലേ. എല്ലാരും സേഫ് ആയിട്ടിരിക്കണേ. ഇവിടെയും കുറച്ച് കറണ്ടിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ഗുവാവിന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഹാനിന്റെ പേരെല്ലാം വെട്ടി കിമ്മിന്റെ പേര് എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അവന് മനസ്സിലായല്ലോ അവന്റെ ട്രൂ ലവ് ഹാൻ ആയിരുന്നില്ല കിം ആണെന്ന്. ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. നീ എഴുതിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നിർത്തുന്നത്? എന്തിനാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാ ബോസും ഇത് ട്രൈ ചെയ്ത് നോക്ക്, എനിക്കിത് പ്രാക്ടിക്കൽ ആവാറുണ്ട്. ഞാൻ എന്തൊക്കെ എഴുതി വെച്ചോ അത് ഓരോന്നായിട്ട് ഞാൻ ഇപ്പോഴാണെങ്കിലും അച്ചീവ് ചെയ്യുന്നില്ലേ. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും മൈൻഡിനും എല്ലാം ഒരു റിലാക്സേഷൻ കിട്ടും. ട്രൈ ചെയ്ത് നോക്കാൻ പറയാ. ഹീറോയിൻ നൈറ്റ് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാ എന്താ എഴുതിയേക്കുന്നതെന്നൊന്നും കാണിക്കുന്നില്ല. അവിടെ സിംഗട്ടാക്കി ഇന്നലെ ഹാൻ ആ സത്യങ്ങൾ മുഴുവനും പറഞ്ഞ് ശരിക്കും തകർന്നു പോയി നിൽക്കുകയാണ്. ഹീറോ അവിടേക്ക് വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നാ ഹാൻ അവനോട് ചോദിക്കുന്നത് നീ മരിക്കാൻ പോവാണോ സിയോന്ന. ഇത് കേട്ടതും ഹീറോ ശരിക്കും ഷോക്കായി. ഒന്നും മിണ്ടാൻ പറ്റാതെ ഹാനിനെ നോക്കി നിൽക്കുകയാണ്. ഹാനോടനെ ബഹളം വെച്ച് അവന്റെ റൂമിനുള്ളിലേക്ക് പോയി. അവിടെയുള്ള കലണ്ടറിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് ഹീറോ മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ. അതെല്ലാം എടുത്തു നോക്കിയിട്ട് സങ്കടം നിറഞ്ഞ് അവള് ദേഷ്യപ്പെടാൻ തുടങ്ങി. നിനക്കിതെല്ലാം തമാശയായിട്ട് തോന്നുന്നുണ്ടോ? എന്റെ ഫീലിംഗ്സ് വെച്ചിട്ടാ നീ ഇപ്പൊ കളിച്ചത്. ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് ഒരു പ്രാവശ്യം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നറിയോ? നമ്മള് ഫ്യൂച്ചറിൽ എങ്ങനെ ജീവിക്കണം, എത്രമാത്രം സന്തോഷത്തോടെ എവിടെയൊക്കെ പോകണമെന്നൊക്കെ എത്ര സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു. എന്നിട്ട് ഒരു തവണ പോലും ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക. ഹീറോയും ഞാൻ എങ്ങനെ പറയാനാ? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നോടുള്ള സ്നേഹം ഒളിപ്പിച്ചു വെക്കണമായിരുന്നോ? അതോ ഞാൻ മരിക്കുമെന്ന് പറയണമായിരുന്നോ? ഇത്രയും നാളും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നീ എന്റെ ലൈഫിലേക്ക് വരുന്നത് വരെ. ഇപ്പൊ എനിക്ക് നിന്റെ ഒപ്പം പ്രായമാവുന്നത് വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുകയും ചെയ്യും. നീ എന്നെ മനസ്സിലാക്കി ഹാൻ എന്ന് പറഞ്ഞ് അവളെ തൊടാനായിട്ട് പോയപ്പോ ഹാൻ പതിയെ കൈവലിച്ച് നീ എന്നെ കൊണ്ട് ഒരിക്കലും മരണശേഷം വെക്കാനുള്ള ഫോട്ടോ എടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. ശരിക്കും ഹാൻ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ഈ ലോകത്ത് ഹാനിന് കൂട്ടായിട്ട് അവൾക്ക് വേണ്ടി ഒരാളെന്ന് പറയാൻ ഹീറോ മാത്രമേ ഉള്ളൂ. അവൾ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആള് കുറച്ചു ദിവസം മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഹാൻ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനാണ്? ഹീറോ അവിടുന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോ ആ ഫോട്ടോ ആയിട്ട് അവിടെ ഗോ നിപ്പുണ്ട്. ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മ അവിടേക്ക് കേസ് ഫയലുമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ വന്ന ആ ഒരു വിസിറ്ററിന്റെ കേസ്. ശരിക്കും 3 വർഷം മുമ്പ് വിസിറ്ററും അവന്റെ 2 ഫ്രണ്ട്സും കൂടെ ഒരു വീട്ടിൽ നിന്നും കൊള്ളയടിക്കാനായിട്ട് തീരുമാനിച്ചു. കൂട്ടുകാരെ രണ്ടുപേരും അകത്തേക്ക് പോയി. ഇവൻ മാത്രം പുറത്തു നിന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും കൂട്ടുകാർ അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വിസിറ്ററും ഉള്ളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ രണ്ടുപേരും കൊല ചെയ്യപ്പെട്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കത്തിയിലെല്ലാം ഈ വിസിറ്ററിന്റെ ഫിംഗർ പ്രിന്റ് ആണ് ഉണ്ടായിരുന്നത്. അവിടെയുള്ള എല്ലാ എവിഡൻസും ഇയാൾക്കെതിരെയായിരുന്നു. കൊല ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ഒരു ടൈമിൽ ഈ കേസ് വാദിച്ചിരുന്നത് ഹാൻ ആയിരുന്നു. ഈ കേസിന്റെ പേരിലാണ് ഹാനും അവളുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഹാനിന് ഈ വിസിറ്റർ നിരപരാധിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഹാൻ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതി ഇയാളെ റിലീസ് ചെയ്യിച്ചു. എന്നാൽ വീട്ടിലേക്ക് വന്ന അയാള് പിറ്റേന്ന് തന്നെ മനോവിഷമത്താൽ സൂയിസൈഡ് ചെയ്തതായിട്ടാണ് പുറം ലോകം അറിയുന്നത്. ഈ കാര്യങ്ങളൊക്കെ 3 പേരും വായിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കുക. ആരായിരിക്കും ഇയാളെ കൊന്നത്? എന്തിനു വേണ്ടിയായിരിക്കും ഇയാളെ ജയിലിലാക്കിയത്? അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്. ഹീറോയും അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആദ്യമേ നമുക്ക് ആ വിസിറ്ററിനെ കണ്ടുപിടിക്കണം. അവൻ ചെന്ന് മറ്റുള്ളവരെ കാണുന്നതിന് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്നെ എനിക്കൊരു കാര്യം മാത്രമാണ് മനസ്സിലാവാത്തത്. അവൻ മരണപ്പെട്ടിട്ട് 3 വർഷമായി എന്ന് എന്തുകൊണ്ടാണ് വിസിറ്ററിന് മനസ്സിലാവാത്തത്? പിന്നെ നിങ്ങൾ രണ്ടുപേരും ഹാനിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാനായിരുന്നു അവന്റെ ലോയർ. എന്തായാലും ഹാനിനെ തെരഞ്ഞു പോകും. നമുക്ക് ആദ്യം തന്നെ അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവിടെ സിംഗട്ടാക്കി ആ ഒരു വിസിറ്ററിനെയാണ് കാണിക്കുന്നത്. അയാളെ നേരെ വന്നിരിക്കുന്നത് അവന്റെ ഫാമിലിയിലുള്ളവരെ കാണാനാണ്. വിസിറ്ററിന് ഒരു സിസ്റ്ററും അമ്മയുമാണുള്ളത്. അവൻ മരണപ്പെട്ടോണ്ട് പെങ്ങളുടെ കല്യാണമൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അമ്മയ്ക്കും തീരെ വയ്യാതായിരിക്കുന്നു. ഇതെല്ലാം കാണുന്ന വിസിറ്ററിന് സങ്കടമൊന്നും ഉള്ളിലൊതുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇയാളെ ഇനി യൂൺ എന്ന് വിളിക്കാം. യൂൺ അവിടുന്ന് നേരെ പെങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തേക്ക് വന്നിരിക്കുക. പെങ്ങൾ അവിടെ ഒരാളെ കാണാൻ വരുന്നുണ്ട്. ഇയാളുമായിട്ട് സിസ്റ്ററിന്റെ മാരേജ് ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നതാ. എന്ന ചേട്ടന്റെ പ്രശ്നമൊക്കെ ആയിട്ട് മാരേജ് വേണ്ടെന്ന് വെച്ചു. നന്നായി ഞാൻ നിന്നെ കെട്ടാഞ്ഞത്. അല്ലെങ്കിൽ ഒരു കൊലപാതകിയുടെയും സൂയിസൈഡും ചെയ്ത ആളുടെ പെങ്ങളെ കെട്ടിയെന്നുള്ള ഒരു പേര് ദോഷം എനിക്ക് വന്നേനെ. ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. മറക്കാതെ എന്റെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. സിസ്റ്ററും യൂൺ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലാന്ന് പറയുന്നുണ്ട്. എന്നാൽ അവക്കും അധികം വോയിസ് ഇല്ലല്ലോ. യൂണിന് ഇതെല്ലാം കാണും തോറും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കൂടുതൽ ദേഷ്യമാവാൻ തുടങ്ങി. ദേഷ്യം കൂടുന്നതനുസരിച്ച് യൂണിന്റെ ഉള്ളിലെ ഈവൽ സ്പിരിറ്റ് പുറത്തു വരാൻ തുടങ്ങി. ആ ഒരു പവർ കാരണം അവിടെ ഒരു ഭൂമികുലുക്കം തന്നെ വന്നു എന്ന് പറയാം. എല്ലാരും അവിടെ ഓടാൻ തുടങ്ങി. സിസ്റ്ററിനെ കരയിപ്പിച്ച അയാളെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന ടൈമില് ഹീറോയിന്റെ അമ്മവും വന്ന യൂണിനെ തടയാണ്. എന്ന് വിചാരിക്കുന്നതിലും പവർ ഉണ്ടായിരുന്ന യൂണിന് കിമ്മുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവസാനം ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഹീറോയുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് അവിടേക്ക് ഹാൻ വരുന്നുണ്ട്. ഹാനിനെ കണ്ടതും യൂൺ പതിയെ ശാന്തനാവാൻ തുടങ്ങി. യൂണിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞ് അവനെതിരെ വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് ഹാനിനെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്തത്. ഹാനിനെ കണ്ടതോടെ യൂൺ കാമായി. യൂൺ ജയിലിൽ നിന്നും ഇറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഹാനായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. ഹാനിനെ കണ്ടതും യൂൺ കരയാൻ തുടങ്ങി. ഞാൻ സൂയിസൈഡ് ചെയ്തിട്ടില്ല, ആ കൊല ചെയ്തത് ഞാനല്ല, എന്നെ ആരേലും ഒന്ന് വിശ്വസിക്ക്, ഞാൻ പറയുന്നത് എന്താ ആരും മനസ്സിലാക്കാത്തെന്ന് പറഞ്ഞ് കരയാനായിട്ട് തുടങ്ങി. അവിടെ സിംഗട്ടാക്കി കിമ്മിനെയാണ് കാണിക്കുന്നത്. കിം പതിവ് പോലെ കോഫി മേടിക്കാനായിട്ട് വന്നിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം അറിയാന്ന് പറഞ്ഞ് എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് കോഫിയൊക്കെ
ഒക്കെ മേക്ക് ചെയ്ത പയ്യന്റെ അടുത്ത് പോയി സംസാരിച്ച ഇപ്രാവശ്യം കിം ആരാന്ന് പോലും അവൻ അറിയില്ല. കിമ്മും പല രീതിയിൽ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അയാൾക്ക് ശരിക്കും കിം ആരാന്ന് അറിയില്ലല്ലോ. അന്ന് ഗു അല്ലായിരുന്നോ ഇയാളുടെ ബോഡിയിൽ കയറി എല്ലാം ചെയ്തു കൊടുത്തത്? കിമ്മിനും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ കൺഫ്യൂഷനോട് തന്നെ കോഫിയൊക്കെ മേടിച്ചോണ്ട് വന്ന് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടും നീ എന്താ ഡേറ്റിങ്ങിനൊന്നും പോവാത്തെന്ന് ചോദിച്ചാ അന്ന് നീ ഒരാള് പറഞ്ഞില്ലേ അയാൾ നന്നായിട്ട് തന്നെ സംസാരിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായിരുന്നു തന്നെ പറയാം. ഒരു കോണ്ടാക്ട് ഇല്ല, മെസ്സേജ് ഇല്ല, കോൾ ഇല്ല. ഇനി എന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്റെ ഫാമിലി ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതോടെ ഡേറ്റിങ്ങിനോടുള്ള ഇൻട്രസ്റ്റേ അങ്ങ് പോയിന്ന് പറയാം. ഇത് കേട്ടിട്ടുണ്ടെ ഫ്രണ്ടും നിന്റെ അടുത്ത് ഇക്കാര്യം പറയണ്ടെന്ന് കരുതിയാ ഇത്ര നാളും പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും അയാൾ അപ്രതീക്ഷയായി പോയതോ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ട് പോയതോ ഒന്നും അല്ല. അയാൾ മരണപ്പെട്ടുപോയി. ഓവർ വർക്ക് കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഇപ്പൊ നീ ഇരിക്കുന്ന പൊസിഷനിലായിരുന്നു 3 വർഷം മുമ്പ് അയാൾ ഇരുന്നിരുന്നത്. ഇതിപ്പോഴേലും നിന്റെ അടുത്ത് പറയണം തോന്നി, അതാ പറഞ്ഞെന്ന് പറയാം. എന്നാൽ ഈ കാര്യം കേട്ടത് മുതല് കിം ശരിക്കും ഷോക്ക് ആൻഡ് കൺഫ്യൂസ്ഡ് ആണ്. നടക്കുന്ന ഓരോ കാര്യങ്ങളും അവൾ ഓർക്കാൻ തുടങ്ങി. ഈ കോഫി ഷോപ്പിൽ നടന്ന സംഭവവും ഓരോരുത്തരും അവളുടെ അടുത്ത് എത്രമാത്രം ഡിഫറന്റോടെയാണ് സംസാരിക്കുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളല്ല കുറച്ചു നേരം കഴിയുമ്പോൾ. ഇതെല്ലാം ഇനി അയാളുടെ പണിയാണോ എന്നുള്ള കൺഫ്യൂഷനില് ഗുവിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അവൾ ഓഫീസിലുള്ളവരോട് ചോദിക്കാൻ തുടങ്ങി. അവർക്ക് ഹെൽപ്പ് ചെയ്ത ഓരോരുത്തരോടും വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അവരൊന്നും അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ല. അവിടെയുള്ള റൈറ്റിംഗ്സിന്റെ ഒക്കെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയപ്പോ തന്നെ അവിടെ ഉള്ളവരുടെ ആരെയും അല്ലെന്ന് മനസ്സിലായി. ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് കിം. ഇവിടെ സ്റ്റുഡിയോയില് യൂണിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. യൂൺ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് അവന്റെ ഫാമിലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെങ്ങൾ അവളുടെ കല്യാണക്കാരൻ വന്ന് പറയുന്നത് അവക്കൊരു പയ്യനെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ചേട്ടനും ഒരുപാട് സന്തോഷമായി. മോളെ നന്നായിട്ട് കെട്ടിച്ചു വിടണമെന്ന് അമ്മയ്ക്കും ചേട്ടനും ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ശരിക്കും വീക്കാണ് അവര്. അതുകൊണ്ട് ചോദിക്കുന്ന പൈസ ഒന്നും കൊടുക്കാനും പറ്റില്ല. അതിനെന്തേലും വഴിയുണ്ടോന്ന് അറിയാനായിട്ട് അവന്റെ 2 കൂട്ടുകാരെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാരാണ് പാവം പിടിച്ച യൂണിനെ ഇതിലെല്ലാം കൊണ്ടുപെടുത്തുന്നത്. എടാ ഇത് മാത്രമേ എളുപ്പ വഴിയുള്ളൂ. ഇതാവുമ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പണി കഴിയും. നീ ഒന്നും അറിയണ്ട, നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി ഡ്രൈവറായിട്ട്. ഞങ്ങൾ വന്ന് സാധനം എടുത്തോളാം. നിന്റെ പൈസ നിനക്കും തരാം, ഞങ്ങളുടെ പൈസ ഞങ്ങൾ കൊടുക്കും. നീ ഒന്നും ചിന്തിക്കണ്ട, ഞങ്ങളുടെ അവിടെ നിന്ന് നിന്നാ മതി എന്ന് പറഞ്ഞ് ഇവര് 3-4 പോകുന്നുണ്ട്. യൂൺ പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. കുറെ നേരമായിട്ടും ഇവരെ കാണാത്തത് കൊണ്ടാണ് യൂൺ അകത്തേക്ക് ചെല്ലുന്നത്. അകത്ത് ചെന്നപ്പോ രണ്ടുപേരും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. പിന്നീട് ആ കേസിന്റെ പേരിൽ യൂണിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഹീറോ അടുത്ത കാര്യം ചോദിക്കാൻ തുടങ്ങി. 3 വർഷമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ താൻ എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്? ആരെ ഇവിടേക്കുള്ള വഴി കാണിച്ചു തന്നത് എന്നുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചു. യൂണിനും ആദ്യം ഒന്നും ഓർമ്മ വന്നില്ലേലും പിന്നീട് പറയാൻ തുടങ്ങി. എന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ് രക്ഷിച്ചത്. ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും എന്നെ ആരാണ് കൊലപ്പെടുത്തിയതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ അയാളാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറയാം. ഇത് കേട്ടതും ഹീറോയ്ക്ക് ശരിക്കും ഷോക്കായി. ഉടനെ അവന്റെ ഫാമിലിയിലുള്ള എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഫോട്ടോ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടു വന്നപ്പോ ലാസ്റ്റ് നമ്മുടെ ഹീറോയുടെ അങ്കിളിന്റെ അടുത്ത് വന്നു. അങ്കിളാണ് യൂണിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അത് കേട്ടതും എല്ലാരും ഒരുപാട് ഷോക്കായി. അങ്കിൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരാത്തത്? ഹീറോ ഒന്നും മിണ്ടാതെ തന്നെ റൂമിലേക്ക് പോയി. ഒരുപാട് നേരമായിട്ടും ഹീറോ പുറത്തു വരാത്തോണ്ട് എല്ലാവർക്കും ഒരു ചെറിയ ഭയം തോന്നി തുടങ്ങി. ഗുവും ഞാൻ എന്താണെങ്കിലും പോയി നോക്കാൻ പോവാന്ന് പറഞ്ഞ് ഹീറോയുടെ റൂമിനുള്ളിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഹീറോ കറക്റ്റ് പുറത്തേക്ക് വന്നു. ഇവരെല്ലാരും ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളാരും എന്നെ വീട്ടിൽ പോവാതെയും ചോദിക്കുക. എല്ലാരും ഹീറോ ഓക്കെ അല്ലേന്നാ ചോദിക്കുന്നത്. ഞാൻ ഓക്കെയാണ്. ഇപ്പൊ എന്തേലും ഒക്കെ അറിയാൻ പറ്റിയല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറയാം. ഹീറോയുടെ അടുത്ത് ഹാൻ ചോദിക്കുന്നുണ്ട് യൂണിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. യൂണിനെ വിശ്വസിക്കുന്നുണ്ടേലും ഇല്ലേലും ഹീറോ അവന്റെ അങ്കിളിനെ വിശ്വസിക്കുന്നുണ്ട്. എന്തേലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കും അങ്കിൾ ഇവനെ പറഞ്ഞു വിട്ടതെന്ന് ഹീറോയ്ക്ക് അറിയാമായിരുന്നു. ഹീറോ ഇപ്പോ യൂൺ അവന്റെ കൂട്ടുകാരെ കൊല ചെയ്തു എന്ന് പറയുന്ന ആ വീട്ടിലേക്കാണ് പോകുന്നത്. ഹീറോ ബസ്സിൽ കയറുന്നതിനൊപ്പം ഹാനും കയറിയിട്ട് എന്റെ പൈസ കൂടെ കൊടുത്തോട്ടെന്ന് പറഞ്ഞ് വേറെ സീറ്റിൽ പോയിരുന്നു. ഹീറോയെ ഉടനെ എന്തിനാ എന്റെ ഒപ്പം വരുന്നേന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡീലിംഗ്സിനെ പറ്റി മറന്നുപോയോ മിസ്റ്റർ സിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഡീല് കഴിയാനായിട്ട് ഇനിയും കുറച്ചു ദിവസം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനും വന്നതെന്ന് പറഞ്ഞ് ഹാൻ അവിടെ മാറിയിരിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബസ്സിന്റെ അകത്ത് ഒരു ഗോസ്റ്റ് ഹാനിനെ തന്നെ രൂക്ഷമായിട്ട് നോക്കാൻ തുടങ്ങി. അതും കുറച്ച് ടെറിബിൾ ആയിട്ടുള്ള രീതിയിലെ ഗോസ്റ്റ്. അയ്യോ അടുത്ത് വരരുതേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഹാൻ ഇരിക്കുന്നത്. ആ ഗോസ്റ്റിന് മനസ്സിലായി ഇവക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഉടനെ ഹാനിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് വന്നതും ഹീറോ പെട്ടെന്ന് ഹാനിന്റെ കയ്യിൽ കയറി പിടിച്ചു. സേഫ് സോൺ ആക്ടിവേറ്റ് ആയതുകൊണ്ട് ഗോസ്റ്റിന് ഇവരെ തൊടാൻ കൂടി പറ്റിയില്ല. അവിടെ സീൻ കട്ടാക്കി കിമ്മും ഗുവും കൂടെ അടുത്തടുത്ത് നിന്ന് നിലാവിനെ നോക്കി നിൽക്കുകയാണ്. ബിസി ആയിട്ടുള്ള ലൈഫില് ഇതൊന്നും കാണാൻ കൂടി ടൈമില്ല. ലൈഫിലെ ഓരോ ചെറിയ മൊമെന്റും ആസ്വദിക്കാനുള്ളതാ. അതെല്ലാം മിസ്സാക്കി വലിയ വലിയ സന്തോഷങ്ങളെ തേടിപ്പോയാൽ അതും ഇതും കിട്ടാതാകും. സോ നമ്മുടെ ലൈഫിലെ ഓരോ ചെറിയ മൊമെന്റും എൻജോയ് ചെയ്യാനായിട്ട് നോക്കണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹാനും ഹീറോയും ആ വീടിന്റെ അടുത്തെത്തി. ഉള്ളിലേക്ക് കയറി എന്തേലും എവിഡൻസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഹാൻ ഓൾറെഡി കൊലപാതകം നടന്ന സമയത്തെ കുറെ ഫോട്ടോസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാം വെച്ച് ഓരോ സൈഡും ചെക്ക് ചെയ്തോണ്ടിരിക്കുക. പെട്ടെന്ന് ആരോ വരുന്നതായിട്ട് തോന്നി. രണ്ടുപേരും വേഗം അവിടെ ഉള്ളൊരിടത്ത് ഒളിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഉള്ള ഒരു ഹിഡൻ ഡോറ് ഇവരുടെ കണ്ണിപ്പെടുന്നത്. ആ വഴി പോകുന്നത് വീടിന് പുറത്തുള്ളൊരിടത്തേക്കാണ്. അവിടെ CCTV ക്യാമറയോ മറ്റു വീടുകളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡർ ആണ്. ഇതിലായിരിക്കും കൊലയാളി രക്ഷപ്പെട്ടിരിക്കുന്നത്. അതായിരിക്കും ആരെയും കണ്ണിപ്പെടാതെ ഇത്രയും നാളും അവൻ എസ്കേപ്പ് ആയി നടക്കുന്നത്.
അവിടെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഗൂവും നമ്മുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലെല്ലാം ഹാനിന്റെ ബോസ് ലോയറിന്റെ അടുത്ത് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി. കിം ഇവിടെ ഗൂവിനെ പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കിയേക്ക. കഫേല് ചെന്നിട്ട് ഇത് നീ എനിക്ക് എഴുതി തന്നാലും ചോദിച്ച് ഒരു നോട്ട് പാഡ് കാണിക്കുന്നുണ്ട്. ആ പയ്യനോട് ഞാനിതിനെ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നതെന്ന് ചോദിച്ച് അത് അവൻ അല്ലാന്നും പറയാൻ തുടങ്ങി. ഞാൻ നിനക്ക് $100 തരാം, ഇതേപോലെ തന്നെ നോക്കി എഴുതാനായിട്ട് പറയാ. അവനും ഉടനെ എഴുതാൻ തുടങ്ങി. അവിടെ സിങ്കട്ടാക്കി ഹാൻ ഇവിടെ ആ ലോയറിനെ കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ കാരണമാ യൂൺ മരിച്ചത് എന്ന്. ഞാൻ ആ പോസ്റ്റ് ഇട്ട് യൂണിനെ റിലീസ് ചെയ്തത് കൊണ്ടാണ് യൂൺ മരണപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ യൂൺ റിലീസ് ആയി കഴിഞ്ഞാൽ അവൻ മരിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ കാരണമാണെന്ന് താൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അവള് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ആ ലോയർ റിപ്ലൈ കൊടുത്തത്. ലോയറിനും ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അവിടെ സിങ്കട്ടാക്കി ഹീറോനാണ് കാണിക്കുന്നത്. ഹീറോ എല്ലാ സാധനവും പാക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം അവന്റെ ദിവസങ്ങൾ കഴിയാറായിരുന്നു. അതെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അങ്കിള് അവന്റെ അടുത്തുള്ളതായിട്ട് തോന്നാനായിട്ട് തുടങ്ങി. അവന്റെ മനസ്സിലുള്ളതൊക്കെ അങ്കിളിനോട് പറയുന്നത് പോലെ പൊട്ടി കരഞ്ഞോണ്ട് പറയാൻ തുടങ്ങി. ശരിക്കും എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അങ്കിളിന് എന്നെ ഒരു പ്രാവശ്യം പോലും കാണണമെന്ന് തോന്നിയില്ലല്ലോ. ശരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണ്. എനിക്ക് ജീവിക്കണമെന്നുണ്ട്. മരണം മുമ്പിൽ കൊണ്ടുള്ള ജീവിതം എത്ര മോശമാണല്ലേ. എനിക്കും മറ്റുള്ളവരെ പോലെ നോർമൽ ലൈഫ് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അവിടെ സിങ്കട്ടാക്കി കിമ്മി ഇവിടെ ഏകദേശം കൺഫേം ആക്കി അത് ഗൂ തന്നെയാണെന്ന്. എന്തിനു വേണ്ടിയായിരിക്കും ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഇനി ഒരു പക്ഷേ എപ്പോഴും അയാൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കോ എന്ന് ഇതൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹാൻ അവിടേക്ക് വന്ന് കിമ്മിനെ ഹഗ് ചെയ്തിട്ട് നീ ഒരിക്കലും എന്നെക്കാൾ മുമ്പ് മരിക്കരുത്. എന്നോട് ലാസ്റ്റ് ആയിട്ട് ബൈ പറഞ്ഞത് ഗ്രാൻഡ്മ മാത്രമായിരിക്കണം. ആരും എന്നെ വിട്ട് പോവല്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. കിമ്മിനും എന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ സിങ്കട്ടാക്കി നമ്മിന്റെ വൈഫ് അവിടെ വിട്ടു പോവാണ്. എല്ലാ കാര്യങ്ങളും അവള് തനിയെ ചെയ്യുന്നത്. മറ്റുള്ളവരൊക്കെ സഹതാപത്തോടെയാ ഇപ്പൊ അവളെ നോക്കുന്നത്. ഇത്രയും ചെറുപ്പത്തില് അവളെ വിധവയായി. നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നഷ്ടമായത് മുഴുവനും അവന്റെ വൈഫിനല്ലേന്ന് പറഞ്ഞ് ആളുകളൊക്കെ നമ്മിനെ പറ്റിയും പറയുന്നുണ്ട്. അവിടെയുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്തു മാറ്റാൻ നോക്കുന്ന സമയത്ത് വൈഫ് സ്ലിപ്പായി വീഴാൻ പോകുന്നുണ്ട്. നം പിടിക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ ഫ്ലവർ ഷോപ്പിലെ ആള് വന്ന് അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇത് കാണുന്ന നമ്മിന് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും റിയാക്ട് ചെയ്യാതെ നിൽക്കുകയാണ്. വൈഫും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത് ശരിക്കും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. ഞാൻ ലോൺലി ആയിട്ടിരുന്ന സമയത്ത് ശരിയാണ് എനിക്ക് കമ്പനി തന്നിട്ടുണ്ട്, ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ മൈൻഡ് തന്നെ എന്റെ കൺട്രോളിലല്ല. ഇനി എന്റെ പുറകെ വരരുതെന്ന് പറയാം. ഉടനെ അയാളും വളരെ ഇമോഷണൽ ആയിട്ട് ഞാൻ ഒരിക്കലും നിന്റെ ഹസ്ബൻഡിനെ പോലെ നിന്നെ തനിച്ചാക്കില്ല, നിന്റെ ബർത്ത്ഡേ മറന്നു പോവില്ല, എപ്പോഴും ഒറ്റയ്ക്കാക്കി പോവില്ല, റിസ്ക് പിടിച്ച് ഒരു കാര്യത്തിനും പോവില്ല, എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തൂടെ, ഞാൻ നിന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാന്നൊക്കെ ശരിക്കും വൈഫിന് ഒരുപാട് ഇഷ്ടമുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന നമ്മിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. അവിടെ സിങ്കട്ടാക്കി ഒരു കുറ്റവാളിനെ കൊണ്ട് പോലീസുകാർ വന്നോണ്ടിരിക്കുക. അയാളുടെ ദേഹത്ത് ഹീറോനെ കൊല്ലാനായിട്ട് നടക്കുന്ന ആ ഒരു ഗോസ്റ്റ് കയറുന്നുണ്ട്. പോലീസുകാരെ അറ്റാക്ക് ചെയ്ത് നേരെ വന്നിരിക്കുന്നത് ഹീറോനെ അറ്റാക്ക് ചെയ്യാനായിട്ടാണ്. ഹീറോ തനിയെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് ഹീറോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ മനസ്സിലായി അതൊരു ഹ്യൂമൻ അല്ല, അവന്റെ ഉള്ളില് ഈവിൾ സ്പിരിറ്റ് ആണെന്ന്. ഹീറോനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഈവിൾ സ്പിരിറ്റ് അബ്സോർബ് ചെയ്തേക്കുന്ന മറ്റ് ഈവിൾ എനർജീസിനെയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാട്ടിലും ഒരുപാട് പവർഫുൾ ആണ് ഈ ഒരു എനർജി. ഹീറോ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഇപ്പം മരിക്കും എന്നുള്ള അവസ്ഥയായി. ആ ഒരു ടൈമിലും ഹീറോ ആകെ ആഗ്രഹിച്ചത് ഒരു പ്രാവശ്യമെങ്കിലും ഹാനിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിരുന്നു. അവന്റെ ആഗ്രഹം സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം കറക്റ്റ് അവിടേക്ക് ഹാൻ ഓടി വരുന്നുണ്ട്. ഹാൻ ആ ഗോസ്റ്റിനെ തള്ളിമാറ്റി ഹീറോനെ രക്ഷിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഹാനിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. പെട്ടെന്ന് ഹീറോ ഹാനിനെ ഹഗ് ചെയ്തു. അവിടെ സേഫ് സോൺ ഫോം ആയതുകൊണ്ട് ഹീറോനെ ഒന്നും ചെയ്യാനായിട്ട് ആ ഗോസ്റ്റിന് പറ്റിയില്ല. പോലീസുകാരൊക്കെ വന്ന് പിടിച്ച് അയാളെ കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് ഹാനിന്റെ പുറകെ ഹീറോ നടക്കുക. സോറി, ഇത്രയും രാവിലെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നൊന്നും ഞാൻ കരുതിയില്ല. എന്നോട് മിണ്ടാവോ, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം, പ്ലീസ് ഇങ്ങനെ മിണ്ടാതെ മാത്രം ഇരിക്കരുതെന്ന് ചോദിച്ച് ഹീറോ ഒരുപാട് കെഞ്ചാൻ തുടങ്ങി. ഹാനിനും സങ്കടമൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അവൾ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനാ? നമുക്ക് ഇവിടുന്ന് പോവാം, ആ ഐലൻഡിലേക്ക് പോകാം, എവിടെയും ഗോസ്റ്റുകളൊന്നും ഇല്ലാത്തടത്തേക്ക് ഓടിപ്പോവാം, പക്ഷെ എന്നെ വിട്ടു മാത്രം പോവരുതെന്ന് പറഞ്ഞ് ഹാൻ ഹീറോനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ശരിക്കും എത്രമാത്രം സങ്കടമുള്ള ഒരു സീനായിരിക്കും അല്ലെ. ഇതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.